സത്യം. അത് സച്ചിന്റെ റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഒരു ഓർമ്മയാണ്. അത് ഞാനിപ്പോഴും ഓർക്കുന്നത്. എന്താ പറയാ, ഇരുന്ന് കണ്ട ആ ഒരു ടെസ്റ്റ് ഒക്കെ അന്ന് ലൈവായിട്ട് നമ്മൾ ഇരുന്ന് കാണുന്ന ടൈമിൽ അത് സച്ചിന്റെ സ്പീച്ചൊക്കെ പിറ്റേന്ന് പത്രം വരാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. സച്ചിന്റെ വലിയൊരു പടം കാണാം. ആ ഒരു പടം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിന്ന ടൈമൊക്കെ നൊസ്റ്റാൾജിക് മൊമെന്റ്. ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഇതാ സച്ചിന്റെ റിട്ടയർമെന്റ് ഒക്കെ. പക്ഷെ അന്ന് കോഹ്ലി ഇത്ര സ്റ്റാർ അല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ സച്ചിൻ റിട്ടയർ ചെയ്ത ഇന്ത്യൻ ടീം എന്തോ ചെയ്യും. പക്ഷെ കോഹ്ലി അതിനെല്ലാം ഉള്ള മറുപടി കൊടുത്തായിരുന്നു. അന്ന് വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ബാലരമയ്ക്കകത്ത് സച്ചിന്റെ കഥ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇത് വായിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ബാലരമ മേടിക്കുമായിരുന്നു. എങ്ങനെയും ആഴ്ച അവസാനം 10 രൂപ ഒപ്പിക്കും. എന്നിട്ട് അതും മേടിച്ചോണ്ട് വീട്ടിൽ വരത്തുള്ളൂ. എന്നിട്ട് ആ സച്ചിന്റെ കഥക്കകത്ത് എന്തുവാ അവന്മാർ എഴുതിയേക്കുന്നതെന്ന് വായിക്കാനുള്ളൊരു ത്വരയുണ്ടായിരുന്നു. ഒരു ടൈം.